ലതാമയെ അറിയില്ലേ? 30 വർഷത്തെ അധ്യാപിക ജീവിതം കഴിഞ്ഞ് ഇപ്പോൾ വിരമിച്ചിരിക്കുന്നു. എന്നാൽ 15 വർഷം മുന്നേ ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞാനുമായി കൺസൾട്ടേഷൻ നടത്തി. അതിനുശേഷം ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് ഇന്നിപ്പോൾ വിരമിച്ചതിന് ശേഷം അവർ വളരെ സന്തോഷപൂർവ്വം ആരെയും ആശ്രയിക്കാതെ, മക്കളെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ, സ്വന്തം വരുമാനത്തിൽ തന്നെ കൃത്യമായ വരുമാനം മാസം നേടിക്കൊണ്ട് തന്നെ ജീവിക്കുന്നു. അവർ ആ ഒരു സമയത്ത് ചെയ്തു വച്ചതുകൊണ്ട് ഇന്ന് അവരുടെ ജീവിതം വളരെയധികം സന്തോഷപൂർവ്വം, അതായത് അവരുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് ടൂറ്, ട്രിപ്പ്, അതുപോലെ യോഗ ക്ലാസ്, പാചക ക്ലാസ്, അങ്ങനെ അവർ വളരെ സന്തോഷപൂർവ്വം ജീവിക്കുന്നു. എന്നാൽ അവരുടെ ഒരു സുഹൃത്ത് സുജാതാമ്മ അന്ന് റിട്ടയർമെൻറ്റ് ലൈഫൊന്നും പ്ലാൻ ചെയ്യാതെ ജീവിച്ചതുകൊണ്ട് ഇന്ന് റിട്ടയർമെൻറ്റ് ആയതിനു ശേഷം അവരുടെ കുട്ടികളുടെ ഔദാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ സഹായത്തിന് വേണ്ടി നോക്കിയിരിക്കുന്നു. അവരിപ്പോഴും അവരുടെ ജീവിതത്തിൽ വളരെയധികം കഷ്ടപ്പെടുന്നു. കാരണം കുട്ടികൾക്ക് അവരുടേതായ ജീവിതമുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇവർ ആവശ്യത്തിന് സഹായം ചോദിക്കുമ്പോൾ ചിലപ്പോൾ കൊടുക്കാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ സ്വാഭാവികമായും സാധാരണ കുടുംബങ്ങളിൽ സംഭവിക്കുന്ന പോലെ മക്കളുടെ ഒരു ദുർമുഖമൊക്കെ കാണേണ്ടി വരുന്നു. അവർ വളരെയധികം വിഷമത്തിലുമാണ്, അതുപോലെ തന്നെ ബുദ്ധിമുട്ടിലുമാണ്. അവർ ലതാമ്മയോട് ഇടയ്ക്ക് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു റിട്ടയർമെൻറ്റ് ലൈഫിലും വളരെയധികം സന്തോഷപൂർവ്വം ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതെന്ന്. അപ്പം ലതാമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സമ്പത്ത് കാലത്ത് നട്ട വിത്തുകളാണ് ഇന്ന് എനിക്ക് ബലം തരുന്നതെന്ന്. തീർച്ചയായിട്ടും അത് കറക്റ്റാണ്. നിങ്ങളും ഇത്തരം ലതാമ്മയെപ്പോലെ നല്ലൊരു ജീവിതം റിട്ടയർമെൻറ്റ് ലൈഫിനു ശേഷവും ആഗ്രഹിക്കുന്നില്ലേ? മക്കളെയൊന്നും ബുദ്ധിമുട്ടിക്കാതെയും ആശ്രയിക്കാതെയും സ്വന്തം വരുമാനത്തിൽ തന്നെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ നിങ്ങൾ പ്ലാൻ ചെയ്യുക നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ലൈഫ്. സമയം ഒന്നിനും വേണ്ടി കാത്തു നിൽക്കില്ല. നമ്മൾ ഇന്ന് അത് ചെയ്തു വച്ചാൽ നാളെ നമ്മുടെ റിട്ടയർമെൻറ്റ് ലൈഫിൽ നമുക്ക് അതിമനോഹരമായ ഒരു ജീവിതം ആസ്വദിക്കാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾക്കും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ.